ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ലെപ്പൂസ് ഡയറി. ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ എങ്ങനെ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ പെട്ടെന്ന് 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലും പഞ്ചസാരയും മാത്രമേ ആവശ്യമുള്ളൂ. ഒരു സോസ് പാൻ എടുക്കുന്നുണ്ട്, അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കൈ വിടാതെ ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. പഞ്ചസാര മുഴുവനായിട്ട് പാലിൽ അലിഞ്ഞു വരണം. അപ്പോൾ ആ പഞ്ചസാര മുഴുവനായിട്ട് പാലിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ പാലൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോയിലിടണം. അപ്പോൾ അതാ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് കിട്ടണം, കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലിട്ടിട്ട് ഈ പാലൊന്ന് കുറുക്കിയെടുക്കണം. നല്ലോണം കുറുക്കിയെടുക്കണം. 10-20 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ കൈവിടാതെ ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. അപ്പോൾ അതാ പാല് നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരെ പകുതി ആയിട്ടുണ്ട്. പാല് നല്ല തിക്കായി വന്നിട്ടുണ്ട്. കൈവിടാതെ ഇളക്കണം കേട്ടോ. ഈ സമയത്ത് കൈവിടാതെ ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കൈവിടാതെ ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് തിക്കാവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിനി വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സോസ് പാന് മാറ്റി വെക്കാം. ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് ഇത് നല്ല തിക്കായി വരും. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ ജാർ എടുക്കുന്നുണ്ട്, നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളൊരു ഗ്ലാസ് ജാറ്. അതിലേക്ക് നമ്മുടെ തണുത്ത് വന്ന കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. തണുത്ത് വന്നപ്പോഴത്തേക്കും നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒരു 3 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ അതേപോലെ തന്നെ 250 ml പാൽ കൊണ്ട് 200 ഗ്രാം മിൽക്ക് മെയ്ഡാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇത് പുഡിംഗ് ഉണ്ടാക്കുമ്പോഴും പായസം ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. ഇനിയിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.